സ്ഥിരം കോർപ്പറേറ്റ് വിജയഗാഥകൾ തുടങ്ങുന്നത് ഐവി ലീഗ് കോളേജുകളിൽ നിന്നോ സിലിക്കൺ വാലി ഗ്യാരേജുകളിൽ നിന്നോ ആണ്. എന്നാൽ ഈ കഥ തുടങ്ങുന്നത് ഒരു സാധാരണ ജീവിതത്തിലെ അസാധാരണമായ ചില റിയാലിറ്റി ചെക്കുകളിൽ നിന്നാണ്. മീര കുൽക്കർണി 19-ാം വയസ്സിൽ വിവാഹം. ആ ബന്ധം വളരെ വേഗം തകർന്നു. 2 കുട്ടികളുമായി അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. 28-ാം വയസ്സിൽ അച്ഛനും അമ്മയും മരിക്കുന്നു. അവർ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. ഒരു ഫൗണ്ടറുടെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും പാഷൻ എന്ന്. എന്നാൽ ഡേറ്റയും ചരിത്രവും പറയുന്നത് മറ്റൊന്നാണ്: സർവൈവൽ, നിലനിൽപ്പ്. കുട്ടിക്കാലം മുതൽ മീരയ്ക്ക് ആയുർവേദത്തോടും നാടൻ ചേരുവകളോടും താല്പര്യമുണ്ടായിരുന്നു. കൈകൾ കൊണ്ട് സോപ്പുണ്ടാക്കുക എന്നത് അവർക്കൊരു ഹോബി മാത്രമായിരുന്നു. എന്നാൽ 2000-ൽ തൻ്റെ 45-ാം വയസ്സിൽ അവർ ആ ഹോബിയെ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ തീരുമാനിച്ചു. പ്രാരംഭ നിക്ഷേപം കേവലം 2 ലക്ഷം രൂപ. അവർക്ക് വലിയ ബിസിനസ് പ്ലാനുകളോ വെഞ്ചർ ക്യാപിറ്റൽ സപ്പോർട്ടോ ഉണ്ടായിരുന്നില്ല. നോ സ്റ്റാർട്ടപ്പ് പിച്ച് ടെക്സ്, നോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് റിസ്ക് എടുക്കാൻ ഭയമുണ്ടാകില്ല. ഇന്ത്യൻ മാർക്കറ്റിലെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ അന്ന് ഇന്ത്യക്കാരുടെ മനസ്സിൽ വരുന്നത് ഖാദിയുടെ പരുക്കൻ ഉൽപ്പന്നങ്ങളോ കുപ്പികളിൽ വരുന്ന ദുർഗന്ധമുള്ള എണ്ണകളോ മാത്രമാണ്. ആയുർവേദം എന്നത് മെഡിസിനാണ്, ലക്ഷറി അല്ല എന്നതായിരുന്നു അക്കാലത്തെ പൊതുബോധം. കൃത്യമായി പറഞ്ഞാൽ ആയുർവേദത്തിന് ഒരു പ്രീമിയം മുഖം അന്നുണ്ടായിരുന്നില്ല. ഈ ഗ്യാപ്പാണ് അവർ കണ്ടത്. ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിന് പകരം അവർ ഒരു എക്സ്പീരിയൻസ് വിൽക്കാൻ തീരുമാനിച്ചു. പുരാതന ഇന്ത്യയിലെ രാജകീയമായ ഒരു ജീവിത രീതിയുടെ എക്സ്പീരിയൻസ്. ദ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. ഒരു ബിസിനസ് പരാജയപ്പെടുന്നതും വിജയിക്കുന്നതും ആ ഒരൊറ്റ പോയിന്റിലാണ്. മീര കുൽക്കർണി ഉണ്ടാക്കിയ സോപ്പുകൾക്ക് അവരിട്ട വില കേട്ട് അന്ന് പലരും ചിരിച്ചു. 10-20 രൂപയ്ക്ക് മാസ് മാർക്കറ്റ് സോപ്പുകൾ കിട്ടിയിരുന്ന ഒരു സമയത്ത് അവർ ചോദിച്ചത് 100-200 രൂപയാണ്. കാരണം അതിലെ ചേരുവകൾ ഓർഗാനിക് ആയിരുന്നു. ശുദ്ധമായ എണ്ണയും പൂക്കളും ആയുർവേദ കൂട്ടുകളും. മാർക്കറ്റ് എന്ന് റെഡിയായിരുന്നില്ല, പക്ഷെ പ്രോഡക്റ്റ് മാർക്കറ്റിനെ ഫോഴ്സ് ചെയ്തു. ആദ്യത്തെ ബ്രേക്ക് ത്രൂ വരുന്നത് റീറ്റെയിൽ കസ്റ്റമേഴ്സിൽ നിന്നല്ല, ബിസിനസ് ടു ബിസിനസ് സെക്ടറിൽ നിന്നാണ്. ഡൽഹിയിലെ 5 സ്റ്റാർ ഹോട്ടലായ ഹയാത്ത് റിജൻസി അവരുടെ മുറികളിലേക്ക് ആവശ്യമായ ലക്ഷറി സോപ്പുകൾ സപ്ലൈ ചെയ്യാനുള്ള ആദ്യത്തെ വലിയ ഓർഡർ ഫോറസ്റ്റ് എസെൻഷ്യൽസിന് ലഭിച്ചു. അതൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആ ഒരൊറ്റ ഓർഡർ ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റി മാറ്റിമറിച്ചു. അവിടെ താമസിക്കുന്ന അതിസമ്പന്നരായ ആളുകൾ ആ സോപ്പുകൾ ഉപയോഗിച്ചു. അവരത് അന്വേഷിച്ച് കടകളിലെത്തി. തുടർന്നുള്ള 5 വർഷം വമ്പൻ വളർച്ചയായിരുന്നു. ഡേറ്റ നോക്കാം. 2005-2006 സാമ്പത്തിക വർഷത്തിൽ ഫോറസ്റ്റ് എസെൻഷ്യൽസ് നേടിയത് 6 കോടി രൂപയുടെ വിൽപ്പനയാണ്. പരസ്യങ്ങൾക്കായി 1 രൂപ പോലും അവർ ചിലവാക്കിയില്ല. വേർഡ് ഓഫ് മൗത്ത് മാത്രമായിരുന്നു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ലക്ഷറി ആയുർവേദ എന്ന പുതിയൊരു കാറ്റഗറി തന്നെ ഇന്ത്യയിൽ അവർ സൃഷ്ടിച്ചു. മാസ് മാർക്കറ്റിൽ കളിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ദേ പ്ലേഡ് ദ എക്സ്ക്ലൂസിവിറ്റി ഗെയിം. 2 ലക്ഷം രൂപയിൽ തുടങ്ങിയ കമ്പനി ഒരു കടവുമില്ലാതെ പുറത്തുനിന്ന് ഫണ്ട് എടുക്കാതെ വളർന്നു. അതൊരു ഫൈനാൻഷ്യൽ മിറക്കിളായിരുന്നു. എല്ലാ മികച്ച ബിസിനസ് സ്റ്റോറികളിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകും, ഒരു വഴിത്തിരിവ്. ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ അമരുന്ന സമയം. അമേരിക്കൻ ബാങ്കുകൾ തകർന്നു വീഴുന്നു, ഗ്ലോബൽ മാർക്കറ്റുകൾ പതറുന്നു. അപ്പോഴാണ് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ലോകത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി കോൺഗ്ലമറേറ്റുകളിലൊന്നായ എസ്റ്റേ ലോഡർ ഫോറസ്റ്റ് എസെൻഷ്യൽസിന്റെ വാതിലിൽ മുട്ടുന്നത്. ഇന്ത്യൻ ആയുർവേദ മാർക്കറ്റിലേക്കുള്ള എസ്റ്റേ ലോഡറിന്റെ ആദ്യത്തെ എൻട്രി. അവർ ഫോറസ്റ്റ് എസെൻഷ്യൽസിന്റെ 20% ഓഹരികൾ വാങ്ങി. നിക്ഷേപിച്ച തുക വളരെ ചെറുതായിരുന്നു. അന്നത്തെ കണക്കിൽ ഏകദേശം $1.63 മില്യൺ, ഏകദേശം 7-8 കോടി രൂപ. ചോദ്യം ഇതാണ്: ഒരു കടവുമില്ലാതെ മികച്ച ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനി എന്തിന് വെറും ഒരു ചെറിയ തുകയ്ക്ക് തങ്ങളുടെ 20% ഓഹരി ഒരു വിദേശ കോർപ്പറേറ്റിന് നൽകണം? അത്യാർത്തിയോ അതോ അതിജീവനമോ? ഇവിടെയാണ് കോർപ്പറേറ്റ് റിയാലിറ്റിയും PR സ്റ്റേറ്റ്മെന്റുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വി വോണ്ട് ടു ടേക്ക് ആയുർവേദ ടു ദ വേൾഡ് എന്നായിരുന്നു PR സ്റ്റേറ്റ്മെന്റ്. എന്നാൽ യഥാർത്ഥത്തിൽ മീര കുൽക്കർണിക്ക് പണമായിരുന്നില്ല ആവശ്യം. അവർക്ക് വേണ്ടത് എസ്റ്റേ ലോഡറിന്റെ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആയിരുന്നു. അവരുടെ ലോകോത്തര സപ്ലൈ ചെയിൻ എക്സ്പെർട്ടൈസ് ആയിരുന്നു. വിഷൻ മാറ്റിമറിക്കുമെന്നവർ പറഞ്ഞു, ബാലൻസ് ഷീറ്റ് വേറെ ചിലതും പറഞ്ഞു. എസ്റ്റേ ലോഡർ വെറും ഒരു ഇൻവെസ്റ്റർ ആയിരുന്നില്ല, അതൊരു ട്രോജൻ ഹോഴ്സ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് പതിയെ അവർ തങ്ങളുടെ ഓഹരി വിഹിതം വർദ്ധിപ്പിച്ചു. ഇന്ന് മീര കുൽക്കർണിയും കുടുംബവുമാണ് ഭൂരിപക്ഷ ഓഹരി ഉടമകളെങ്കിലും ആഗോള വിപണിയിൽ ബ്രാൻഡിന്റെ ഓരോ ചുവടുവയ്പും നിയന്ത്രിക്കുന്നത് ആഗോള മൂലധനമാണ്. ദ സോളോപ്രനിയർ ഡെലിബറേറ്റ്ലി ബിക്കെയിം എ കോർപ്പറേറ്റ് എൻറ്റിറ്റി. നമുക്കിതൊരു പാറ്റേണായി നോക്കാം. ഫോറസ്റ്റ് എസെൻഷ്യൽസ് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇത് ഇന്ത്യൻ ക്യാപിറ്റലിസത്തിന്റെ ഒരു ആവർത്തനമാണ്. ഇന്ത്യൻ ലക്ഷറി ആയുർവേദ വിപണി എപ്പോഴും വിദേശ കമ്പനികളുടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്.
ഇതിന്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണ് കാമ ആയുർവേദ. ഫോറസ്റ്റ് എസൻഷ്യൽസിന്റെ ഏറ്റവും വലിയ എതിരാളികൾ. അവർ സ്പാനിഷ് ഫാഷൻ ഭീമനായ പ്യൂഗിന് തങ്ങളുടെ മെജോറിറ്റി സ്റ്റേക്ക് വിറ്റു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു ഇന്ത്യൻ ബ്രാൻഡിന് സ്വന്തമായി ഗ്ലോബൽ ആവാൻ കഴിയില്ലേ? ഇവിടെയാണ് വിപണിയുടെ റിയാലിറ്റി. ഇന്ത്യയിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് മികച്ച ഒരു പ്രോഡക്റ്റ് മതിയാകും. എന്നാൽ ലണ്ടനിലെ കോവന്റ് ഗാർഡനിലോ ദുബായിലോ ഒരു സ്റ്റോർ തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഗോള റിയൽ എസ്റ്റേറ്റ് ബുദ്ധിയും ഇന്റർനാഷണൽ കംപ്ലയൻസും സപ്ലൈ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറും വേണം. അതാണ് എസ്റ്റേ ലോഡർ മീര കുൽക്കർണിക്ക് നൽകിയത്. ബയോട്ടിക് പോലെയുള്ള ബ്രാൻഡുകൾ പ്രൈവറ്റായി നിലനിന്നപ്പോൾ നൈക്ക IPO വഴി പബ്ലിക് മാർക്കറ്റിൽ നിന്ന് പണം കണ്ടെത്തി. എന്നാൽ ഫോറസ്റ്റ് എസൻഷ്യൽസിന് ഒരു IPO അത്ര വേഗം സാധ്യമല്ല. കാരണം അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എസ്റ്റേ ലോഡറുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഇത് ലക്കല്ല, ഇത് പ്യുവർ സ്ട്രാറ്റജിയാണ്. ലെറ്റ്സ് ഡീകോഡ് ദി അനാറ്റമി ഓഫ് ദെയർ ലാസ്റ്റിംഗ് സക്സസ്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും അവർ അടിതെറ്റാതെ നിൽക്കുന്നത്? 1. സീറോ ഡെറ്റ് ആർക്കിടെക്ചർ. തുടക്കം മുതൽ ഇന്നുവരെ അവർ ബാങ്ക് ലോണുകളെ ആശ്രയിച്ചില്ല. സ്വന്തം ലാഭം വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ നിക്ഷേപിച്ചു. ക്ലാസിക് ബൂട്ട് സ്ട്രാപ്പിംഗ്. 2. പ്രൈസിംഗ് പവർ ആൻഡ് ദി ഡിസ്കൗണ്ട് ബാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ഡിസ്കൗണ്ടുകൾ നൽകി പ്രോഡക്റ്റ് വിൽക്കാൻ അവർ ഒരിക്കലും തയ്യാറായില്ല. നൈക്കയിൽ വമ്പൻ സെയിലുകൾ വരുമ്പോഴും മറ്റു ബ്രാൻഡുകൾ 50% വരെ വില കുറയ്ക്കുമ്പോഴും ഫോറസ്റ്റ് എസൻഷ്യൽസ് ഡിസ്കൗണ്ട് നൽകാറില്ല. ലക്ഷറി വില പേശാനുള്ളതല്ല എന്ന സൈക്കോളജി. 3. ഇൻസെന്റീവ് അലൈൻമെന്റ്. എസ്റ്റേ ലോഡറിന് ഓഹരികൾ നൽകിയപ്പോൾ അവർ കമ്പനിയുടെ ദൈനംദിന നടത്തിപ്പിൽ ഇടപെടില്ല എന്ന് ബോർഡ് റൂമിൽ മീര കുൽക്കർണി ഉറപ്പുവരുത്തി. പ്രോഡക്റ്റ് ഡിസിഷൻ മീരയുടേത്, ഡിസ്ട്രിബ്യൂഷൻ മസിൽ എസ്റ്റേ ലോഡറിൻ്റേത്. അവർ വിറ്റത് വെറും ഒരു ക്രീമല്ല, മറിച്ച് ഒരു ഫാന്റസിയാണ്. ഈ കോർപ്പറേറ്റ് തന്ത്രങ്ങളുടെ യഥാർത്ഥ ഇമ്പാക്റ്റ് എന്താണ്? ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഇന്ന് ഫോറസ്റ്റ് എസൻഷ്യൽസിന് ഇന്ത്യയിലും വിദേശത്തുമായി 170-ലധികം സ്റ്റോറുകളുണ്ട്. ഇന്ത്യൻ ലക്ഷറി, ബ്യൂട്ടി, ആയുർവേദ മാർക്കറ്റിൽ അവരുടെ വിഹിതം കൃത്യം 30%. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും ലോത്സിയിലുമുള്ള അവരുടെ ഫാക്ടറികൾ ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾക്കാണ് ഇന്ന് തൊഴിൽ നൽകുന്നത്. ഒരു വ്യക്തിയുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഘടനയും മാറ്റിമറിച്ചു. വെറും 2 ലക്ഷം രൂപയിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് ഏകദേശം 10,000 കോടി രൂപയുടെ പ്രസ്ഥാനമാണ്. എന്നാൽ ഏറ്റവും വലിയ ചരിത്രപരമായ മാറ്റം സംഭവിച്ചത് അതല്ല. ഇന്ത്യൻ ആയുർവേദം എന്ന വാക്കിന് ലോകത്തിനു മുന്നിലുണ്ടായിരുന്ന വില കുറഞ്ഞ ക്ലിനിക്കൽ ഇമേജ് അവർ മാറ്റി. ഇന്നും മീര കുൽക്കർണി ബിസിനസിന്റെ തലപ്പത്തുണ്ട്. എന്നാൽ കമ്പനിയുടെ ദൈനംദിന ഓപ്പറേഷൻസ് നോക്കുന്നത് അവരുടെ മകൻ സംരഥ് ബേദിയാണ്. നമുക്ക് ഡേറ്റയിലേക്ക് തിരികെ വരാം. ഇന്നത്തെ ഫൗണ്ടേഴ്സ് ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന, അളക്കാൻ കഴിയുന്ന ചില വാച്ച് പോയിന്റുകൾ. 1. ഈഗോ വേഴ്സസ് ഡേറ്റ. ഡിസ്കൗണ്ടുകൾ നൽകിയാൽ സെയിൽസ് കൂടുമെന്ന ഡേറ്റയെ അവർ തള്ളിക്കളഞ്ഞു. കാരണം ഡിസ്കൗണ്ടുകൾ നൽകിയാൽ ലക്ഷറി ബ്രാൻഡിന്റെ ഇമേജ് തകർക്കും എന്ന ലോങ് ടേം റിയാലിറ്റി അവർക്കറിയാമായിരുന്നു. 2. ഇന്നൊവേഷൻ സൈക്കിൾ. 100 കണക്കിന് പ്രോഡക്റ്റുകൾ ഒരുമിച്ചിറക്കി മാർക്കറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഉള്ള പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയിൽ അവർ ഫോക്കസ് ചെയ്തു. 3. ക്യാഷ് ബേൺ വേഴ്സസ് റിയാലിറ്റി. ആദ്യത്തെ 10 വർഷം ഒരു ഗ്യാരേജിൽ നിന്ന് ആരംഭിച്ച് ലാഭം മാത്രം ഉപയോഗിച്ച് കമ്പനി വളർത്തി. നോ VC ഫണ്ട്, നോ ക്യാഷ് ബേൺ. ഇന്നത്തെ സ്റ്റാർട്ടപ്പുകൾ എക്സൽ ഷീറ്റുകളിൽ വാല്യുവേഷൻ കാണിച്ച് ഫണ്ട് വാങ്ങുമ്പോൾ മീര കുൽക്കർണി യഥാർത്ഥ ലാഭമുണ്ടാക്കിയിട്ട് വാല്യുവേഷൻ തീരുമാനിച്ചു. കണക്കുകൾ കള്ളം പറയില്ല, പക്ഷേ ആഗ്രഹങ്ങൾ പറയും.